ഹലോ ഡിയേഴ്സ്, ഞാനിത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ സ്വന്തം ഉപ്പും മുളകും. കുറേ നാളിന് ശേഷമാണ് ഞാൻ ഞങ്ങളുടെ സ്വന്തം അഭിമാനമായ പഴങ്കഞ്ഞി കുടിക്കാനായിട്ട് ഇവിടെ വന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് എല്ലാ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ കളയുക, ആളുകളങ്ങ് എല്ലാവരും ഒഴിഞ്ഞ്. ഇപ്പോൾ ലാസ്റ്റ് ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു, അവരും അങ്ങ് പോയി. അപ്പോൾ എന്നാലേ നമുക്ക് ഇച്ചിരി വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങോട്ട് കുടിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൊതിപ്പിക്കാൻ വന്നിക്കണോ, എനിക്ക് വായു വെള്ളം നിൽക്കുന്നില്ല. ഇത്ര നാളായോ എൻ്റെ പഴങ്കഞ്ഞി ഞാൻ മിസ് ചെയ്തു. ഒരു വീട് പണി കാരണം ഇങ്ങോട്ട് വരാനും പറ്റിയില്ല. ഓ അതായത് ഓഹോ, സത്യം പറയാലോ, ഇതുപോലൊരു നിർവൃതി എനിക്ക് എൻ്റെ കടയിൽ വന്ന് പഴങ്കഞ്ഞി കുടിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. മാണിക്കാ, പഴങ്കഞ്ഞി കുടിക്കാൻ വരുന്നോ? അമ്മ കണ്ണി തെറിച്ചു. വരുന്നോ? ഞാൻ സൈഡായിട്ട് എടുത്തിരിക്കുന്ന ഊണിൻ്റെ കണവത്തോരൻ ഞാൻ എടുത്തിട്ടുണ്ട്. അത് പഴങ്കഞ്ഞി കുടിക്കുമ്പോൾ കൂടെ ഉള്ളതല്ല, എന്നാലും അമ്മന്തി, അച്ചാറ്, ഉണക്കമീനൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് പപ്പടം പഴങ്കഞ്ഞി കൂടെ തിന്നുന്ന ഇഷ്ടമല്ല, ഞാൻ എടുത്തിട്ടില്ല. പഴങ്കഞ്ഞിയിൽ ഞാൻ ഇട്ടത്, എനിക്ക് ഓൾവേസ് പഴങ്കഞ്ഞിക്കകത്ത് സാമ്പാർ ഒഴിച്ചിരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കപ്പ, സാമ്പാർ, രസം, മോര്, തൈര് എല്ലാം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തരുമ്പം കുറച്ചും കൂടി ഡെക്കറേറ്റീവായിട്ട് മീൻകറിയൊക്കെ ഒഴിച്ച് അങ്ങനെയാണ് ഞാൻ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഇത്രയൊക്കെ ചേർത്തിട്ടാണ്. അപ്പം ഞാൻ പഴങ്കഞ്ഞി കുടിക്കുമ്പോൾ ഒട്ടും കൺട്രോളില്ലാതെയാണ് കഴിക്കുന്നത്. എനിക്ക് ആക്രാന്തം പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. അപ്പം ഇന്ന് രാവിലെ ഷൈൻ വിളിച്ചപ്പം പറയുകയും ചെയ്തു, ഇയാളിന്ന് പോകുന്നുണ്ടോടെ, പഴങ്കഞ്ഞി അങ്ങ് മിസ് ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമായിരുന്നു ഉപ്പും മുളകും. അത് വൻ വിജയമാക്കി തീർത്ത നിങ്ങളുടെ ഓരോരുത്തരോടും ഞങ്ങൾ നന്ദി പറയുന്നു. ഇപ്പം എന്നെ കുറേ പേര് അന്വേഷിക്കുന്നുണ്ട്, എൻ്റെ ആബ്സെൻസ് നിങ്ങളെല്ലാവരും അന്വേഷിക്കുന്നതിൽ സന്തോഷം. ഇപ്പം അതുമാണ് ഫുൾ ടൈം ഉപ്പുമുളകിൻ്റെ ഉത്തരവാദിത്വം. പിന്നെ അതുപോലെ തന്നെ അമ്മയും. അമ്മ അമ്മ നീ വന്നേ. അമ്മച്ചി ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചിരിക്കാം. ആരുമല്ല, വീഡിയോ പിടിക്കുമോ ഞാൻ പഴങ്കഞ്ഞി കുടിക്കുന്നത്. അമ്മമാരുടെ കൈപുണ്യം നിങ്ങളുടെ നാവിൻ തുമ്പിലേക്ക് എന്നതാണ് നമ്മുടെ ക്യാപ്ഷൻ, ഗതജം. അപ്പോൾ അതിൽ അമ്മയാണിത്, ഞങ്ങളുടെ അമ്മ, അമ്മച്ചിയല്ല കൈപുണ്യം. നമുക്ക് നല്ല നല്ല കുറച്ച് സ്റ്റാഫുകളുണ്ട് കേട്ടോ, ഞങ്ങളുടെ സഹോദരിമാർ. അവരെല്ലാം ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്നു. ഒത്തിരി താങ്ക്സ്. പിന്നെ ഞങ്ങളുടെ കൊച്ചു മുതലാളിയുണ്ട്, മാണിക്യമുണ്ട് കേട്ടോ. അമ്മച്ചി കരിങ്കാക്ക സാധനം കൊണ്ടുവന്നേ അങ്ങോടെ. ഞങ്ങളുടെ കൊച്ചു മുതലാളി നീ വാ.
അമ്മച്ചിയുടെ പൊന്ന് മാണിക്യം. അങ്ങോട്ട് നോക്ക്. അമ്മച്ചിയുടെ ചക്കര പൊന്ന്. പങ്ങഞ്ഞി വേണോ? വേണ്ട. വയറ് നിറഞ്ഞിരിക്കുവാന്നോ? മുട്ട തിന്നോ? ഓ ശരി. അപ്പൊ പിന്നെ വേണ്ട ഇല്ലയോ? അപ്പൊ പിന്നെ വേണ്ടായിരിക്കും. അമ്മച്ചി കുഞ്ഞിന്ന് അംഗനവാടി പോയോ? ആ പപ്പടം ആരോ തറയിലിട്ട്. ഇപ്പൊ വന്നേ ഉള്ളാക്കാ. പഴങ്കഞ്ഞി കുടിക്കാനായിട്ട് വന്നേ. അമ്മച്ചി കുഞ്ഞിന്ന് അംഗനവാടി പോയോ? എന്നിട്ട് അവിടെ എല്ലാവർക്കും സുഖമാണോ? കൂട്ടുകാർക്കൊക്കെ കുഞ്ഞവിടെ കിടന്ന് ഉറങ്ങിയോ? അമ്മച്ചിക്കൊരു ഉമ്മ. എന്തോ? എത്ര രൂപയാ? അതിൽ നിന്ന് എടുത്തോ, എൻ്റെ പേഴ്സിൽ നിന്ന് എടുത്തോ. എന്നാ എനിക്ക് ഗൂഗിൾ പേ മതി. മേടിപ്പന്നരി ഒന്നുമില്ലാക്കാ. മോള് വീട്ടിലുണ്ട്. അത് ഇങ്ങോട്ട് വാ. അപ്പൊ എൻഡിലോട്ട് എത്തുവാണ്. എൻ്റെ ആദ്യമാണ് ഇപ്പോൾ എല്ലാം നോക്കി നടത്തുന്നത്. ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ് എല്ലാത്തിനും. അടിപൊളിയാതും. എനിക്ക് എങ്ങൊന്നും ഇതുപോലെ ഒന്നും ഒരനുഭവം കിട്ടിയിട്ടില്ല. അതും നമ്മുടെ പഴങ്കഞ്ഞി എന്നെ വന്ന് കുടിച്ചാലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. ഇത്ര ദിവസമായി. എല്ലാം ഉണ്ട്. എല്ലാത്തിൽ നിന്നും ഓരോന്ന് എനിക്കാണ്. ഡേ അങ്ങനെ എൻ്റെ പഴങ്കഞ്ഞി തീർന്നിരിക്കാണ്. ഓ പാര. താങ്ക് യു ഉപ്പുമുളകും. താങ്ക് യു ഗിരിജമ്മ. താങ്ക് യു ആദുമ്മ. താങ്ക് യു അവർ ഡിയറസ്റ്റ് സ്റ്റാഫ്സ്. താങ്ക് യു.